എങ്ങനെയാണ് കല്യാണക്കുറിയിലെല്ലാം അവൻ്റെ പേര് വന്നത്? അങ്കിളിനെ ഫേസ് ചെയ്യാൻ തന്നെ എനിക്ക് പേടിയാകുന്നു. ഇനി അവൻ ജീവനോടെ ഉണ്ടാവുമെന്ന് പറയാൻ പറ്റില്ല. തീർച്ചയായിട്ടും അങ്കിൾ അവനെ ജീവനോടെ വിടില്ല. വീണ്ടും അവൻ വരുന്നുണ്ട്. ടോർച്ചർ. ഞാൻ പോവാ. ഇവിടെ നിന്നിട്ട് എന്ത് ചെയ്യാനാ? അവൻ വരും, സംസാരിക്കും, പിന്നെ ആവശ്യമില്ലാതെ പ്രശ്നമാകും, നാണക്കേടാകും. നീ എൻ്റെ കൂടെ വന്നാലും അവൻ പിന്നാലെ ഉണ്ടാകും. ആര് പറഞ്ഞാലും അവന് മനസ്സിലാകില്ല. നിന്നെ കൊണ്ട് മാത്രമേ കഴിയൂ. എന്താന്ന് വെച്ചാ ചെയ്യ്. നന്ദിയുണ്ട് കേട്ടോ. കണ്ടോ, നമ്മുടെ കാര്യങ്ങളെല്ലാം അറിഞ്ഞിട്ട് അവൻ തന്നെത്താനെ ഒഴിഞ്ഞു മാറിയത്. നിനക്കല്ലേ മനസ്സിലാക്കാൻ സാധിക്കാഞ്ഞത് അല്ലേ? നിന്റെ ഇഷ്ടത്തിന് നീ എന്നെ വലിച്ചെറിഞ്ഞിട്ട് ഞാൻ നിന്റെ പുറകെ ചുറ്റുന്നതും ഇതൊക്കെ എന്താ സൂസി? പാവം പിടിച്ച ഒരുത്തിന് ഇത്രയൊക്കെ പറയുന്നല്ലോ മനസ്സിലാക്കുന്നില്ലേ? നീയല്ലേ പറഞ്ഞത് സൂസി? മതി, ദയവ് ചെയ്ത് നീ ഇവിടെ നിന്ന് പോ. എന്തിനാ നീ ഇങ്ങനെ എന്റെ പുറകെ നടക്കുന്നത്? എത്ര പ്രാവശ്യം ഞാൻ പറഞ്ഞതാ. ഇതുപോലെ തന്നെ കോളേജ് വെച്ച് എന്റെ പുറകെ ഒരുത്തൻ നടന്നതാ. അവൻ എന്നെ ഇഷ്ടമാണെന്ന് കോളേജ് മുഴുവൻ പറഞ്ഞു നടന്നു. ശരിക്കും ഞാൻ അവനെ ഒരു ഫ്രണ്ടായിട്ട് മാത്രമേ കരുതിയുള്ളൂ. അവനെ എൻ്റെ അച്ഛൻ നടു റോഡിൽ വെച്ച് പെട്രോൾ ഒഴിച്ച് കത്തിച്ചു. അവൻ അലറിക്കൊണ്ട് ജീവനോട് കത്തി എറിഞ്ഞത് ഞാൻ. അവൻ്റെ അമ്മയ്ക്ക് ഭ്രാന്തായി. എൻ്റെ മകൻ എവിടെ, എൻ്റെ മകൻ എവിടെ എന്നവൻ്റെ അമ്മ അന്വേഷിച്ച് ക്യാമ്പസിൽ വരുമ്പോൾ എൻ്റെ ശരീരം വിറയ്ക്കും. അറിയാമോ? ഇപ്പൊ നീയും കൂടി. ഞാൻ എന്ത് തെറ്റാ ചെയ്ത്? ദൈവവേദന വിട്ടേക്ക്. നീ പറയുന്നതെല്ലാം സത്യമാണ്, ഞാൻ സമ്മതിക്കാം. എന്നെ കൈവിടല്ലെന്ന് നീ തന്നെയല്ലേ എന്നോട് പറഞ്ഞത്? നീ എന്നോട് പറഞ്ഞത് തന്നെയാണ് ഞാൻ തിരിച്ചു പറയുന്നത് സൂസി. ദയവ് ചെയ്ത് എന്നെ മനസ്സിലാക്ക് സൂസി. നിനക്ക് എത്ര പറഞ്ഞാലും മനസ്സിലാവില്ല. സൂസി, സൂസി, ഞാൻ പറയുന്ന ഒന്ന് മനസ്സിലാക്ക് സൂസി. സൂസി, നീ പോകരുത്. ഒന്ന് നിക്ക്, ഞാൻ പറയുന്ന ഒന്ന് കേട്ടിട്ട് പോ. അയ്യോ സൂസി. അയ്യോ അയ്യോ, നിന്നോട് പുറകെ വരരുതെന്ന് എത്ര പ്രാവശ്യം പറഞ്ഞതാ. അയ്യോ ഒന്നുമില്ല സൂസി, ഒന്നുമില്ല. സംഭവിച്ചില്ലേ? ഹോസ്പിറ്റലിൽ പോവാം. ഓട്ടോ സ്റ്റോപ്പ് സ്റ്റോപ്പ്. ആരെയൊന്ന് ലിഫ്റ്റ് തരുമോ? ഹലോ ഹലോ പ്ലീസ്. ഗോ ടു സത്യസായി ഹോസ്പിറ്റൽ പ്ലീസ്. ഒന്നുമില്ല സൂസി. പ്ലീസ് വേഗം ഹോഗി. പറയുന്ന കേക്ക്. ഒന്ന് ചുമ്മാ ഇരി. ഹലോ ഹലോ ഡോക്ടർ, ഞാൻ സൂസിയെ സംസാരിക്കുന്നത്. ഒരു എമർജൻസി ഉണ്ട്. ഞാൻ പേഷ്യന്റ് ആയിട്ട് വന്നോണ്ടിരിക്കുക. നിങ്ങളെല്ലാം അവിടെ റെഡിയാക്കണം. അയ്യോ പറഞ്ഞ കേക്ക് സൂസി. ഞാൻ പറഞ്ഞില്ലേ, നീ പേടിക്കാതെ. എനിക്ക് പേടിയാകുന്നു. ഭയപ്പെട്ടു. സുന വേഗം ഹോഗിരി. പതുക്കെ. സൂസി നീ പോകല്ലേ സൂസി. സൂസി പോകല്ലേ, പറയുന്ന കേക്ക്. എന്റെ അടുത്ത് നിൽക്കണം, നീ പോകരുത്. എനിക്ക് നിന്നോട് സംസാരിക്കണം. ഇല്ല ഞാൻ പോവില്ല. പോകല്ലേ സൂസി. സൂസി അവിടെ തന്നെ നിൽക്കണേ. ആരാ സൂസി? അങ്കിൾ ഇപ്പൊ എന്നോട് ഒരു കാര്യം ചോദിക്കരുത് പ്ലീസ്. അവനെ രക്ഷിക്കും. അവന്റെ അഡ്രസ് മേടിച്ച് എങ്ങനെയെങ്കിലും അവനെ നാട്ടിലെത്തിക്കണം. ഈ കാര്യം ഒന്നും എന്റെ അച്ഛൻ അറിയരുത്. ഞാൻ ഇനി ഇങ്ങോട്ട് വരില്ല. ഓക്കെ, ഞാൻ നോക്കിയോളാം. എന്താണ് നോക്കുന്നേ? നിന്നെ കണ്ട് സഹതപിക്കണോ ദേഷ്യപ്പെടണോ എന്ന് മനസ്സിലാവുന്നില്ല. സുസി നിന്റെ അടുത്ത കൂട്ടുകാരിയാ ഞാൻ. പക്ഷെ ഞാൻ നിന്നെക്കുറിച്ച് ആലോചിക്കാതെ ആ ബില്ലുവിനെ കുറിച്ചാണ് ഞാൻ ആലോചിക്കുന്നത്. ഒരു കാര്യം ഞാൻ പറയാം, നീ കേൾക്കണം. ഈ ലോകത്ത് ബില്ലുവിനുണ്ടായ സങ്കടം വേറെ ഒരുത്തർക്കും വരരുത്. നീ അവനെ പ്രേമിച്ചിരുന്നടി. എന്നെ വിടരുതെന്ന് നീ പറഞ്ഞ ഒറ്റ വാക്കിന് വേണ്ടി അവൻ ഇന്ന് എത്രത്തോളം പോരാടി. അവൻ എവിടെ ചാകാൻ കിടക്കുക. അവൻ പറഞ്ഞത് സത്യമാണെന്ന് നിനക്കറിയില്ലേ? എടി, അടുത്ത 2 മണിക്കൂറിനുള്ളിൽ നിന്റെ ഈ ജീവിതം തന്നെ മാറാൻ പോവുക. സൂസി ഒന്ന് ആലോചിച്ച് നോക്ക് സൂസി, പ്ലീസ് സൂസി. ഞാൻ പറയുന്ന കേക്ക്. എനിക്ക് വേണ്ടിയെങ്കിലും കേൾക്കണം നീ. സൂസി റെഡിയല്ലേ?
ഇപ്പൊ വരാം. വാ പോകാം. ബില്ലു, സൂസിയാ വിളിക്കുന്നേ. 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 ഹലോ ബില്ലു, ഞാൻ അച്ഛനാടാ സംസാരിക്കുന്നത്. അച്ഛാ, എപ്പോഴാ നീ വരുന്നത്? വരാം, ഞാൻ വേഗം വരാം. സുസിയെ കൂട്ടിക്കൊണ്ട് വരാം. അവിടെയുള്ള എല്ലാവരോടും പറഞ്ഞോളൂ. എന്റെ സൂസിയുടെ അച്ഛനായതുകൊണ്ട് വെറുതെ വിടുക ഞാൻ. വാ സൂസി, പോകാം. നീ ഇവിടുന്ന് പോയിക്കോ, പ്രശ്നം ഉണ്ടാക്കല്ല. വാ സൂസി, നമുക്ക് പോകാം. പോയിക്കോ. സോറി സൂസി.